തലയിൽ തോർത്തുമുണ്ട് ചുറ്റിക്കെട്ടി മുട്ടോളം ഇറക്കമുള്ള നിക്കറും ബനിയനും ഇട്ട് നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ മാധവന് പെട്ടെന്നെന്തോ ഒരു ചിരിയാണ് വന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ സാധാരണ വേഷം ഇതാണെങ്കിലും അനന്തുവിനെ ഈ വേഷത്തിൽ താൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നതെന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ തന്നെ പെട്ടെന്ന് ചിരിപ്പിച്ചു കളഞ്ഞതെന്ന് സ്വയം അയാൾ ആത്മകഥ നടത്തി. അന്നേരമാണ് മാധവേട്ടനെ കണ്ടപാടെ ഒരു പുഞ്ചിരിയോടെ തലയിൽ കെട്ടിയ തോർത്തുമുണ്ടയച്ചവൻ വേഗം തോളിലേക്ക് എടുത്തിട്ടത്. മാധവേട്ടൻ എന്താ ഈ വഴി? തീരെ പ്രതീക്ഷിച്ചതേയില്ല. വരൂ, അകത്തേക്കിരിക്കാം. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ അയാളെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തിയപ്പോഴേക്കും വേദയും അവിടേക്ക് വന്നു കഴിഞ്ഞിരുന്നു. മാധവേട്ടനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും അനന്തേട്ടൻ്റെ പെരുമാറ്റവും സംസാരവും എല്ലാം കേട്ടപ്പോൾ തന്നെ വന്നിരിക്കുന്നത് അദ്ദേഹമാണെന്ന് അവൾ മനസ്സിലാക്കിയെടുത്തിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അവളും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ദേവകി അമ്മയോട് കുടിക്കാൻ എന്തേലും കൂടി എടുക്കാൻ വേദ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവൾ അവരെയും നോക്കി സെറ്റിയുടെ ഒരു സൈഡിൽ തന്നെ ഒതുങ്ങി നിന്നു. മോളുടെ ആരോഗ്യമൊക്കെ ഇപ്പം മെച്ചപ്പെട്ടു വന്നില്ലേ? അവളെ നോക്കി അയാൾ അത് ചോദിക്കവേ വേദ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി കൊടുത്തു. മോളെക്കുറിച്ച് അനന്ത എപ്പോഴും പറഞ്ഞറിഞ്ഞ് കുട്ടിയെ എനിക്ക് നേരെ കണ്ടതുപോലെ ആയി തീർന്നിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ വന്ന് മോളെ ഒന്ന് കാണണമെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ എനിക്കതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. പിന്നെ ഈ വരവിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് അനന്തുവിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. അയാളത് പറഞ്ഞപ്പോഴേക്കും തെല്ല് സംശയത്തോടെ അനന്തവും വേദയും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി. പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ദോഷമുള്ള കാര്യമൊന്നും പറയാൻ വേണ്ടിയല്ല ഇവിടേക്ക് വന്നത്. 3-4 ദിവസമായി അനന്ത് വർക്ക്ഷോപ്പിലേക്ക് വരാതായപ്പോഴാണ് ഞാൻ വീണ്ടും തനിച്ചായതുപോലെ എനിക്ക് തോന്നിയത്. ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എന്നാലും അനന്ത് വന്നപ്പോൾ അതിനൊരു മാറ്റം തോന്നിയിരുന്നു. ഞാനും കൗസല്യയും നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ചവർ ആയതുകൊണ്ട് ആരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊപ്പം. ആ ഒറ്റപ്പെടൽ ദൈവം ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നൽകിയത് ഒരു കുഞ്ഞിനെ പോലും ഞങ്ങൾക്ക് തരാതെയായിരുന്നു. ആദ്യമൊക്കെ ഒരുപാട് വിഷമം തോന്നിയിരുന്നു. പിന്നെ പിന്നെ അതങ്ങ് ശീലമാവുകയും ചെയ്തു. ഒരു ദിവസം പതിവ് പോലെ വർക്ക്ഷോപ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എന്നോടൊരു വാക്കുപോലും പറയാതെയാ അവൾ എന്നെ എന്നേക്കുമായി തനിച്ചാക്കി പോയിക്കളഞ്ഞത്. ആ നിമിഷം തന്നെ അവൾക്കൊപ്പം പോകണമെന്ന് ഞാനും കരുതിയിരുന്നതാ. എന്നാ മുകളിലുള്ള ഒരാൾ അതിനെനിക്ക് സമ്മതം നൽകിയിരുന്നില്ല. ഒരുപാട് നാൾ സ്വയം ശപിച്ചും വേദനിച്ചൊക്കെ കഴിഞ്ഞുകൂടി. പിന്നെ പതുക്കെ തിരിച്ചറിയാൻ ശ്രമിച്ചു. ഭൂമിയിലേക്ക് പിറന്നു വീണതിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞെങ്കിലല്ലേ അദ്ദേഹവും നമ്മളെ കൂടെ കൂട്ടുള്ളൂ എന്ന് കരുതി ഇത്രയും നാള് ജീവിച്ചു പോയി. എന്നാൽ ഇപ്പം എനിക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായി അനന്തു. അയാൾ അതും പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോൽ കൂട്ടം പുറത്തേക്കെടുത്തു. അതിനൊപ്പം ഒരു മുദ്രപത്രവും എടുത്തുകൊണ്ട് താക്കോൽ കൂട്ടം അതിന് മുകളിലേക്ക് വെച്ച് അവിടെ നിന്നും പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നും മനസ്സിലാവാതെ അനന്തവും അവിടെ നിന്നും എഴുന്നേറ്റു. ഞാനിതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഈ ഭൂമിയിൽ ബാക്കിയായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവം ചിലതെല്ലാം നേരത്തെ കണക്ക് കൂട്ടിയിട്ടുണ്ടാകുമെന്ന്. ഇപ്പോൾ നിങ്ങൾക്കരികിലേക്ക് എന്നെ എത്തിച്ചതും ഇതേ വിധി തന്നെയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കാലശേഷം ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ച എൻ്റെ വർക്ക്ഷോപ്പ് അവകാശികളൊന്നുമില്ലാതെ അനാഥമായി പോകുമെന്ന ഭയവും വേദനയും ആയിരുന്നു ഇത്രയും കാലം എനിക്കുണ്ടായിരുന്നത്. എന്നാ നീ അവിടേക്ക് എത്തിയത് മുതൽ ആ വിഷമമൊക്കെ എനിക്ക് മാറിക്കിട്ടി അനന്തു. നിറഞ്ഞ സന്തോഷത്തോടെയാ ഞാനിത് പറയുന്നത്. ദാ, ഇതെൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ആധാരവും താക്കോലുമാണ്. ഇനി ഇത് സൂക്ഷിക്കേണ്ടത് നീയാണ് അനന്തു. അവൻ്റെ കൈപ്പിടിച്ച് ആ ഉള്ളം കൈയിലേക്ക് അയാൾ അത് വെച്ചുകൊടുത്ത് നിറഞ്ഞ മനസ്സോടെയെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ വേദയുടെയും അനന്തുവിൻ്റെയും മുഖത്താകെ ആശ്ചര്യം പടർന്നു പിടിക്കുകയായിരുന്നു. തൻ്റെ ഉള്ളം കൈയിലേക്ക് വച്ചു തന്ന മുദ്രപത്രത്തെയും താക്കോൽ കൂട്ടത്തെയും പിടിച്ചുകൊണ്ട് അവൻ ആശങ്കയോടെ അന്നേരം മാധവേട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇതെന്തൊക്കെയാ മാധവേട്ട നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. മാധവേട്ടൻ്റെ കീഴിൽ ഒരു ജോലിക്കാരനായി നിൽക്കാനാ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനപ്പുറം എനിക്കൊന്നും വേണ്ട.
ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങനെ വരാൻ കാണിക്കുന്ന നിങ്ങളുടെ ഈ സ്നേഹമുണ്ടല്ലോ, അത് മാത്രം മതി മാധവേട്ട ഞങ്ങൾക്ക്. അയാളെ നോക്കി അവനത് പറയവേ മാധവൻ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി. എനിക്കറിയാം നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. കാരണം കൈലാസ് ടെക്സ്റ്റൈൽസ് പോലുള്ളവരുടെ കീഴിൽ എന്നെപ്പോലുള്ള ഒരു വർക്ക്ഷോപ്പുകാരനൊക്കെ വെറും നിസ്സാരമാണെന്നും എനിക്കറിയാം. എന്നിരുന്നാലും ഈ ഉള്ളവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ സാധിച്ചത് അനന്തു. നിന്നെ ഞാൻ ഒരു മകനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. നിനക്കിത് ഞാൻ തരുന്നത് എൻ്റെ ഔദാര്യമായിട്ടൊന്നുമല്ല, നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാ. ഇത് നീ സ്വീകരിക്കണം. വാർദ്ധക്യം ബാധിച്ച ഈ കിഴവൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ടെങ്കിലും നീ ഇത് വേണ്ടെന്ന് വെക്കരുത് അനന്തു. ഇതെൻ്റെ ഒരപേക്ഷയാണടാ, തള്ളിക്കളയല്ലേ നീയ്. കണ്ണുകളിൽ അല്പം മീറിൻ്റെ നനവ് പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ അന്നേരം അവൻ്റെ തോളിൽ അറിയാതെ ഒന്ന് കൈവച്ചു പോയി. യാചനയുടെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ അവനോടത് പറയുമ്പോൾ വേദയും അനന്തവും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അന്നേരം. അപ്പോഴേക്കും ദേവകിയമ്മ ചായയും പലഹാരങ്ങളുമായി അവർക്ക് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. സ്നേഹത്തോടെ വേദ അതെല്ലാം മാധവേട്ടൻ്റെ നേർക്ക് നീട്ടിപ്പിടിക്കുകയും കഴിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ അയാളുടെ മനസ്സും വയറും എല്ലാം സന്തോഷത്തോടെ നിറയുകയായിരുന്നു. അല്പനേരത്തെ വിശ്രമത്തിനൊടുവിൽ പിന്നീട് അയാൾ അവിടെ നിന്നും യാത്ര പറഞ്ഞു. തിരിച്ചു പോകാൻ നേരമാണ് അനന്ത് വീണ്ടും മുദ്രപത്രത്തിൻ്റെ കാര്യം അയാളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാൻ മനസ്സു കാട്ടിയിരുന്നില്ല. വേദയുടെ അസുഖമെല്ലാം പൂർണ്ണമായും മാറിയെന്ന് ഉറപ്പ് തോന്നുമ്പോൾ നിനക്ക് അവിടേക്ക് ചെല്ലാം അനന്തു. ഇനി മുതൽ ആ വർക്ക്ഷോപ്പ് അനന്തുവിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ഈ വൃദ്ധന് ഇനിയൊരു നീണ്ട യാത്രയുണ്ട് മോനെ. ബാധ്യതകളില്ലാത്ത, ബന്ധനങ്ങളില്ലാത്ത ഒരു പുണ്യയാത്ര. ദൈവം നിങ്ങൾക്ക് ഇന്ന് നന്മ വരുത്താൻ വേണ്ടി ഈശ്വരന്മാരോട് ഈ മാധവേട്ടനെ ഇനി മുതൽ പ്രാർത്ഥിക്കാം മക്കളെ. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അയാൾ ഒരു കാലൻകുടയും കയ്യിൽ പിടിച്ച് അവിടെ നിന്നും പടിയിറങ്ങി പോകുമ്പോൾ മനസ്സിലൊരു വിങ്ങൽ അവശേഷിപ്പിച്ചു നിർത്തിയതുപോലെയുള്ള വേദനയിൽ ആ മനുഷ്യനെയും നോക്കി വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലും ഒരു നീറ്റൽ അവശേഷിച്ചു കിടക്കുന്നത് പോലെ തോന്നുകയായിരുന്നു. ഒരു കൈകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുമ്പോൾ വേദയുടെ കണ്ണുകളും താനെ നിറയുകയായിരുന്നു അന്നേരം. എന്തിനായിരുന്നു അനന്തേട്ട മാധവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? നമ്മൾ ഇതുവരെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നല്ലോ അനന്തേട്ട. എന്നിട്ടും. വാക്കുകൾ പൂർത്തിയാക്കാതെ പെട്ടെന്ന് അവളുടെ തൊണ്ടയൊന്ന് ഇടറിപ്പോയി. അതെ, നമ്മൾ ഇതുവരെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇത് ഈശ്വര നിശ്ചയമായിരിക്കും വേദ. നമ്മളെ സ്നേഹിക്കുന്നവരും ഈ ഭൂമിയിലുണ്ടെന്ന് ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നതായിരിക്കും ചിലപ്പോൾ. അവളുടെ തോളിൽ ഉരസിക്കൊണ്ട് അവനത് പറയുമ്പോൾ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അവളും ആശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്നേരം. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. രേണുകയുടെ എതിർപ്പും സങ്കടവും ഒന്നും വകവയ്ക്കാതെയാണ് അച്ഛനോടുള്ള വാശിക്ക് അച്ഛൻ മൃദുലയെയും കുഞ്ഞിനെയും കൂട്ടി കൈലാസത്തിൽ നിന്നും മാറി താമസിച്ചത്. അവൻ്റെ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാനോ അവരെ തടഞ്ഞു നിർത്താനോ ഒന്നും വിശ്വവും ശ്രമിച്ചിരുന്നില്ല. മക്കളെല്ലാം തന്നിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ വേദനയോടെ നിസ്സഹായിയായി നോക്കി നിൽക്കുവാനേ രേണുകയെന്ന അമ്മയ്ക്ക് അന്നേരം സാധിച്ചിരുന്നുള്ളൂ. ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ വീട് ഒഴിഞ്ഞു കിടക്കുന്ന ആ അന്തരീക്ഷത്തിൽ രേണുവിൻ്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാനേ വിശ്വവും ശ്രമിച്ചിരുന്നുള്ളൂ. മക്കൾക്ക് മുൻപിൽ തോറ്റുകൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത അയാളുടെ ചിന്തയിൽ ഭദ്രയ്ക്കും പെങ്ങൾക്കും നൽകിയ വാക്ക് തനിക്ക് എത്രയും പെട്ടെന്ന് നിറവേറ്റണമെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ കൂട്ടുകാരനായ മേനോൻ വക്കീലിൻ്റെ സഹായമില്ലാതെ തന്നെ വിശ്വംഭരൻ അനന്തുവിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഭദ്രയുടെ പേരിലേക്ക് മാറ്റി എഴുതിയതിൻ്റെ സന്തോഷം അറിയിക്കുവാൻ വേണ്ടിയാണ് അന്നൊരു ദിവസം മുദ്രപത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ നേരെ വനജയുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. കോളിംഗ് ബെല്ലിൽ പോലും ഒന്ന് അമർത്തി വിളിക്കാനുള്ള ക്ഷമ കാണിക്കാതെ ഭദ്രയ്ക്കൊരു സർപ്രൈസ് നൽകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അയാൾ വേഗം അകത്തേക്ക് കയറിയത്. എന്നാൽ വനജയും ഭദ്രയും തമ്മിലുള്ള സംസാരം യാദൃശ്യമായി അയാൾ കേൾക്കാനിടയായി വന്നപ്പോൾ അയാളുടെ കാലുകൾ താനെ അവിടെ നിശ്ചലമായി പോവുകയായിരുന്നു അന്നേരം. ചെവി തുറന്നു പിടിച്ച് അവരുടെ സംസാരം കേൾക്കാൻ നിർബന്ധിതനായതുപോലെ അയാൾ അവിടെ മറഞ്ഞു നിൽക്കുമ്പോൾ ഭദ്രയുടെയും വനജയുടെയും പൊട്ടിച്ചിരി അയാളുടെ കാതുകളെ ആകെ അലോസരപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ അനന്തവേട്ടൻ്റെ എല്ലാ സ്വത്തുക്കളും അമ്മാവൻ എൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കാൻ പോവുകയല്ലേ. ഇതിൽ പരം ഇനി എന്ത് സന്തോഷമാ അമ്മേ എനിക്കിനി കിട്ടാനുള്ളത്? കൈലാസത്തിലെ ഇളയ മരുമകളാണെന്ന സ്ഥാനത്തിനപ്പുറമായിരിക്കും എനിക്കിനി അവിടെയുള്ള അധികാരം.
അനന്തുവേട്ടൻ ആ അനാഥ പെണ്ണിനെ വിവാഹം കഴിച്ചതോടെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ എന്തിനും ഏതിനും എന്നെ സപ്പോർട്ട് ചെയ്ത് അമ്മാവനുണ്ടെന്ന ധൈര്യവും പ്രതീക്ഷയും തന്നെയായിരുന്നു ഈ ഭദ്രയുടെ ഏക ആശ്വാസം. ആ സമാധാനം നിനക്ക് മാത്രമല്ല മോളെ, എനിക്കും അങ്ങനെ തന്നെയാ. നിന്റെ അച്ഛൻ എന്നെ വിവാഹം ചെയ്തിട്ടും ഞാൻ ഇവിടം വിട്ടു പോകാത്തതും അതുകൊണ്ട് തന്നെയായിരുന്നു. ഈ പെങ്ങളോടുള്ള വിശ്വേട്ടൻ്റെ സ്നേഹം എനിക്ക് നന്നായി അറിയാം. ഏട്ടൻ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കാണുമ്പോൾ രേണുവയ്ക്ക് അസൂയുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടാഞ്ഞിട്ടല്ല. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു എൻ്റെ ആ നിശബ്ദതയ്ക്ക് മറവിലുണ്ടായിരുന്നത്. അച്ചു വേറെ താമസിക്കേണ്ടവനാണെന്ന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് അനന്തുവിനെ ലക്ഷ്യമാക്കി ഞാൻ ഈ കളികളൊക്കെ കളിച്ചത്. കൈലാസം, വീടും മറ്റ് സ്വത്തുവകകളൊക്കെ തറവാട്ടിൽ തുടർന്നു പോകുന്ന അനന്തുവിൻ്റെ പേരിൽ തന്നെയാകുമെന്ന് ഞാൻ നേരത്തെ ഊഹിച്ചിരുന്നതാണ്. അതുകൊണ്ടായിരുന്നു അനന്തുവിനെ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചിരുന്നത്. എന്നാൽ പ്ലാൻ ചെയ്തതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കാത്തതിനെ തുടർന്ന് കുറച്ചേറെ നിരാശ എനിക്ക് തോന്നിയിരുന്നെങ്കിലും ഒടുവിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ സന്തോഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ ആയി തീർന്നു മോളെ. ആ ത്രില്ലിലും കൂടിയാ ഈ അമ്മ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാം എൻ്റെ കൈപ്പിടിയിലായിട്ട് വേണം ഈ വനജയാരെന്ന് അവരെയൊക്കെ ശരിക്കും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. എൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് പാരമ്പര്യമായി കൈമാറി വന്ന ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ ഏട്ടനും മക്കളും ഇന്ന് സുഖിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഭാര്യയിൽ പിറന്നത് മകളായി പോയെന്ന കാരണത്താലും അവൾ വിവാഹം കഴിഞ്ഞ് പോകേണ്ടവളല്ലേ എന്ന കണക്ക് കൂട്ടലിലും സ്വത്തിൽ നിന്ന് എനിക്കായി എൻ്റെ അച്ഛൻ മാറ്റിവെച്ചത് വെറും ഒരു പിച്ചക്കാശ് മാത്രമായിരുന്നു. അന്ന് തുടങ്ങിയതാ എൻ്റെ കാത്തിരിപ്പും വാശിയുമൊക്കെ. സ്നേഹം നടിച്ച് കൂടെ കൂടിയത് ഏട്ടനാണെന്ന ബഹുമാനം കൊണ്ടോ പരിഗണന കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കണമെന്ന വാശി കൊണ്ട് മാത്രമായിരുന്നു. ഞാനും കൂടി അനുഭവിക്കേണ്ട സ്വത്ത് അയാളും കുടുംബവും അങ്ങനെ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കാൻ ഈ വനജ ഒരിക്കലും സമ്മതിക്കില്ല. നിന്നെ അനന്തുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന ആഗ്രഹം നടത്തിയെടുക്കുന്നതിലൂടെ എൻ്റെ മക്കൾക്കും ആ സ്വത്തിലൊരു അവകാശം ഉണ്ടാകുമല്ലോ എന്ന് കണക്കുകൂട്ടിയിരുന്നതായിരുന്നു ഞാൻ. എന്നാൽ അതിനിടയ്ക്കാണ് എവിടുന്നോ വന്നു കയറിയ ആ അനാഥപ്പെണ്ണ് കാരണം എല്ലാം കുഴഞ്ഞു മറിഞ്ഞ പരുവത്തിലായി തീർന്നത്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നശിപ്പിച്ചു കളഞ്ഞത് അവൾ ഒറ്റ ഒരുത്തിയായിരുന്നു. എന്നിട്ടും പിന്തിരിയാൻ ഈ വനജയ്ക്ക് മനസ്സ് തോന്നിയിരുന്നില്ല. കള്ള കണ്ണുനീരൊലിപ്പിച്ച് അയാൾക്ക് മുൻപിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച വഴിയിലേക്ക് അയാളെ എത്തിക്കണമെന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി ഞാൻ കണക്കാക്കിയത്. അയാൾക്ക് നിന്നോടുള്ള അടുപ്പവും സ്നേഹവും തന്നെയായിരുന്നു അതിനുവേണ്ടി ഞാൻ ആയുധമാക്കി പ്രയോഗിച്ചതും. ഇനി അധികം വൈകാതെ തന്നെ അനന്തുവിൻ്റെ പേരിലുള്ളതെല്ലാം എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരും. അതുപോലെ വിശ്വംഭരൻ എന്ന അയാളെ കൂടി. അല്ല, എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ എൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടെ ഈ നാടകത്തിനൊരു അവസാനം ഞാൻ ഇനി ഉണ്ടാക്കൂ. ഭദ്രയെ നോക്കി ക്രൂരമായൊരു ചിരിയോടെ വനജയെല്ലാം പറഞ്ഞു തീർക്കുമ്പോൾ അവളുടെ മുഖത്തും വിജയം മുന്നിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ പുഞ്ചിരിയുണ്ടായിരുന്നു ആ ചുണ്ടുകളിൽ. അതിനിടയിലായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ ചുവപ്പിച്ച മുഖത്തോടെ വിശ്വംഭരൻ അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ അയാളുടെ ആ സാന്നിധ്യം വനജയുടെ ശരീരമാകെ തളർന്നു പോകുന്നത് പോലെയായിരുന്നു. പെട്ടെന്ന് അവിടെ വെച്ച് അയാളെ കണ്ട ഞെട്ടലിലും പേടിയിലും തൻ്റെ അമ്മയുടെ കണ്ണുകൾ അറിയാതെ തുറിച്ചു പോകുന്നത് ഭദ്രയും ഒരു പേടിയോടെ അവിടെ നിന്ന് നോക്കി കാണുകയായിരുന്നു. ഇതുവരെ കാണാത്ത രീതിയിലുള്ള അയാളുടെ ആ നിൽപ്പിൽ അന്താളിച്ചു കൊണ്ടവർ നിൽക്കുന്നതിനിടയിൽ തന്നെ വനജയുടെ മുഖത്തേക്ക് വീശിയ അയാളുടെ കൈത്തരിപ്പിനെ പെട്ടെന്ന് അവർക്ക് തടഞ്ഞു നിർത്താൻ പോലും ആയിരുന്നില്ല. അന്ന, അപ്പോൾ ഇത്രയും നാള് സ്നേഹം കാണിച്ച് എൻ്റെ കൂടെ കൂടിയത് ഇതിനായെന്നല്ലേടേ? എൻ്റെ മകനെ മുൻനിർത്തി നീ നിന്റെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനുള്ള നാടകമാണിതൊക്കെ കാണിച്ചു കൂട്ടിയതെങ്കിൽ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ലെന്ന സത്യം കൂടി നീ ഇനി മനസ്സിലാക്കിക്കോ വനജേ. മുഖത്തെ ഞരമ്പുകൾ വലിച്ചു പിടിച്ചുകൊണ്ടുള്ള ആ സ്വരം ഒരു ഇടിമുഴക്കത്തോടെ അന്നേരം അവരുടെ കാതുകളിൽ തറച്ചു വീണപ്പോൾ തനിക്ക് കിട്ടിയ അടിയുടെ തരിപ്പിലും വേദനയിലും വനജ അയാളെ ദൃഷ്ടികൾ കൂർപ്പിച്ചു നിർത്തിയൊന്ന് നോക്കി പോവുകയായിരുന്നു.